الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى നമ്മുടെ ഈ മജ്‌ലിസ് സമ്പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. നാം അനുഷ്ഠിച്ചതായ നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പ്രതിസന്ധിയിൽ കഴിയുന്നതായ രാജ്യങ്ങളിൽ അല്ലാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. عن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إن أول ما يحاسب به العبد يوم القيامة من عمله صلاته. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖിയാമത്ത് നാളിൽ ഒരു ദാസന്റെ ഒരു അടിമയുടെ അമലുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം വിചാരണ ചെയ്യുന്നത്, ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് അവന്റെ നിസ്കാരത്തിനെ പറ്റിയാണ്, ഫർദായ നിസ്കാരത്തിനെ പറ്റിയാണ്. അതുകൊണ്ടാണ് ഫഖഹിന്റെ ഉലമാക്കൾ പഠിപ്പിച്ചു, വഹിയ അഫ്ദലുൽ ഇബാദ അൽ ബദനിയത്തു കുല്ലിഹ, ശരീരം കൊണ്ട് ചെയ്യുന്നതായ ഇബാദത്തുകളിൽ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ്. ഒരു വേളയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് ഒരാളിനെ പറ്റി പരാതി പറഞ്ഞു, നബിയെ, ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇന്ന മോശത്തരങ്ങളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യം, അദ്ദേഹത്തിന്റെ നിസ്കാരത്തിന്റെ രീതി എങ്ങനെയാണ്? മറുപടി പറഞ്ഞു, നബി, അദ്ദേഹം നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളാണ്, 5 വഖത്ത് ഫർദായ നിസ്കാരങ്ങളും കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റെഡി ആയിക്കോളും, അദ്ദേഹം നന്നായിക്കോളും. പരിശുദ്ധമായ ഖുർആൻ ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ശുദ്ധമായ 5 വഖത്ത് നിസ്കാരത്തിലൂടെ ഒരു മനുഷ്യന്റെ സ്വഭാവത്തിനെയും പെരുമാറ്റ രീതികളെയും എല്ലാം നന്നാക്കിയെടുക്കാൻ പറ്റുമെന്നാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം ഗൗരവത്തോടുകൂടി കാണുക. മരണപ്പെട്ട അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ പടച്ച റബ്ബ് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് ഫർദ് നിസ്കാരത്തിനെ പറ്റിയാണ്. ആരെങ്കിലും ഈ നിസ്കാരത്തിന്റെ വിഷയത്തിൽ വിജയിച്ചാൽ അവൻ വിജയിയായി മാറി, അവന് പിന്നീട് യാതൊരുവിധ പ്രയാസങ്ങളും ഉണ്ടാവൂല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇനി നിസ്കാരത്തിന്റെ രീതിയിൽ മോശമായ റിസൾട്ടാണ് ഒരുവന് ഉള്ളത് എങ്കിൽ അവൻ നിരാശനാണ്, ഏറ്റവും വലിയ കുറ്റക്കാരനാണ്, നഷ്ടക്കാരനാണ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുന്നത്, ഫഇൻ തഖസ മിൻ ഫരീളതിഹി ശൈഉൻ ഖാല റബ്ബു അസ്സ വജൽ ഉൻദുറു ഹൽ ലി അബ്ദി മിൻ തതവ്വുഇ. നമ്മൾ സുബഹി നിസ്കരിച്ചു, ഇന്നലെ തറാവീഹ് നിസ്കരിച്ചു, സുബഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശ ഇതൊക്കെ നമ്മൾ നിസ്കരിച്ചു. നമ്മുടെ ഇഖ്ലാസ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ചില ആൾക്കാർ നിസ്കാരം കഴിഞ്ഞാൽ അവർക്ക് 100 പ്രതിഫലം എഴുതപ്പെടും. ചില ആളുകൾക്ക് 80 ആയിരിക്കും, ചില ആളുകൾക്ക് 60, ചില ആളുകൾക്ക് 40, ചില ആളുകൾക്ക് 10. ഓരോരുത്തരുടെയും ഇഖ്ലാസിന്റെ തോതനുസരിച്ചാണ് അല്ലാഹു നന്മകൾ രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ കൈകെട്ടി കഴിയുമ്പോഴായിരിക്കും മറന്നുപോയ പല കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നത്. സ്വാഭാവികം അങ്ങനെ തന്നെയാണ്.
ഇതിനെ പരിഹരിക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കേണ്ട സ്വഹാബത്തിനോട്, സ്വഹാബത്തെ മനുഷ്യർ കൊള്ള രീതിയാണ് ഈ നിസ്കാരത്തിൽ കൈകെട്ടി കഴിഞ്ഞാൽ ചിന്ത പല ഭാഗത്തേക്ക് പൊക്കളയും. അവരുടെ ജീവിതത്തിൽ സുന്നത്തായ നിസ്കാരങ്ങൾ ഉണ്ടെന്ന് നോക്കണേ. അതിനാണ് ദുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, ശേഷമുള്ള സുന്നത്ത് നിസ്കാരം. ഈ സുന്നത്തായ നിസ്കാരങ്ങൾ കൊണ്ട് ഫർളായ നിസ്കാരത്തിൽ വരുന്നതായ ന്യൂനതകളെ പരിഹരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. സുന്നത്ത് നിസ്കാരം എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഫർദ് നിസ്കാരങ്ങളിൽ വരുന്നതായ ന്യൂനതകൾ, കുറവുകൾ എന്റെ ദാസന് സംഭവിച്ചു കഴിഞ്ഞാൽ വല്ല സുന്നത്തുകളും അവന്റെ ജീവിതത്തിലുണ്ടോ എന്ന് പടച്ച റബ്ബ് നോക്കും. എന്നിട്ട് ആ സുന്നത്തിനെ എടുത്തുകൊണ്ട് ഫർദിനെ പരിപൂർണമാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫർദായ നോമ്പ്, ഈ ഫർദായ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുന്നു. ഇതിൽ വരുന്നതായ ന്യൂനതകളെ പടച്ച റബ്ബ് പരിഹരിക്കപ്പെടുന്നത് സുന്നത്തായ നോമ്പുകളിലൂടെയാണ്. പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞു, അടുത്ത ദിവസം പെരുന്നാളായി. പെരുന്നാളിന് ശേഷമുള്ള 6 സുന്നത്ത് നോമ്പുകളുണ്ട്. ഈ സുന്നത്ത് നോമ്പിന്റെ പ്രാധാന്യം നമ്മുടെ ഫർദ് നോമ്പിൽ പിടിച്ച 30 നോമ്പ് ദിവസങ്ങളിൽ പിടിച്ച ഫർദായ നോമ്പിൽ വന്ന ന്യൂനതകളെ പടച്ച റബ്ബ് മാറ്റും. എന്നതുപോലെ സക്കാത്ത് നമ്മൾ വർഷാവർഷങ്ങളിൽ സക്കാത്ത് കൊടുക്കാറുണ്ട്. ഈ സക്കാത്ത് കൊടുക്കുന്നതിൽ വരുന്നതായ ന്യൂനതകളെ പടച്ച റബ്ബ് പരിഹരിക്കപ്പെടുന്നത് നമ്മൾ ചെയ്യുന്ന സ്വതക്കകളിലൂടെയാണ്. ഇത്രയും മഹത്വം പടച്ച റബ്ബ് എല്ലാം നമുക്ക് സംവിധാനിച്ച് വെച്ചിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ثم يكون سائر عمله على ذلك. സക്കാത്ത്, നോമ്പ്, ദാനധർമ്മങ്ങൾ ഇവയെല്ലാം ഫർളായ അമലുകളെ പരിഹരിക്കുന്ന നിലയിലാണ് പടച്ച റബ്ബ് സ്വീകരിക്കുന്നതെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ചില ആൾക്കാർ വിചാരിക്കുമ്പോൾ ദീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ദീൻ എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളാണ്. പടച്ച റബ്ബ് നല്ല നല്ല വഴികളാണ് നമുക്ക് തുറന്നു തന്നിട്ടുള്ളത്. ആ ഒരു ടൈം ടേബിൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫർദ് നിസ്കരിക്കുന്നതിന് മുമ്പ് സുന്നത്ത് നിസ്കാരം, ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ കൂടെ നിർവഹിച്ചു പോകുമ്പോൾ നമ്മുടെ ഫർദായ നിസ്കാരത്തിൽ വരുന്ന ന്യൂനതകൾ പടച്ച റബ്ബ് പൊറുക്കും. എന്നതുപോലെ സക്കാത്തിന്റെ വിഷയത്തിലും സ്വതക്കയുടെ വിഷയത്തിലും ഫർദ് നോമ്പ്, സുന്നത്ത് നോമ്പ് ഇതിന്റെ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിലൂടെ നല്ല നിലയിൽ ജീവിച്ച് അവസാനം ഈ പരിശുദ്ധമായ റമദാൻ പടച്ച റബ്ബിന്റെ അടുത്ത് ശുപാർശ പറയുമ്പോൾ അനുകൂലമായി ശുപാർശ പറയുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം പടച്ച റബ്ബിലേക്ക് പരിവർത്തനപ്പെടുത്തി ഈമാനും ഇഖ്ലാസും അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിനെ മുൻനിർത്തി പല അമലുകൾ, സ്വതക്കകൾ, നിസ്കാരങ്ങൾ, നോമ്പുകൾ, ദിക്റുകൾ അല്ലാഹു എല്ലാം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് ഒരുപാട് ഖൈറിന്റെ അബ്വാബുകൾ പടച്ച റബ്ബ് നമുക്ക് തുറന്നു തരട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്കൊക്കെയും അല്ലാഹു പരിപൂർണ്ണ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل